ഒരു ഇന്ത്യ പാക് മത്സരം നടക്കുന്ന സമയത്തുണ്ടാകുന്ന യാതൊരുവിധ ആവേശവും എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടെന്ന് അറിയാൻ ഒരു ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളൊരു ചിന്ത പോലും മനസ്സിൽ വരുന്നില്ല. ഇത്രയും കാലം ഇന്ത്യ പാക് മത്സരങ്ങൾ കണ്ടിട്ടും ഇതാദ്യത്തെ അനുഭവമാണ് അങ്ങനെ ഒരു കാര്യം. പ്രത്യേകിച്ച് ഈ ടൂർണമെൻറ്റ് തന്നെ അതിന് ഉത്തരം നൽകി കഴിഞ്ഞു. തുല്യ ശക്തികളുടേതല്ല ഈ മത്സരം എന്ന് പോലും ഇന്ത്യൻ ക്യാപ്റ്റൻ മുഖമടച്ച് പ്രഹരിക്കുന്ന തരത്തിൽ പറയുന്നു എതിർ ടീമിനെ പറ്റിയിട്ട്. ആ ഒരു സാഹചര്യമാണ് അവിടെ നിൽക്കുന്നത്. അതിലാകെ എക്സൈറ്റ്മെൻറ്റ് തോന്നുന്ന ഒരു ഘടകം ഇപ്പോൾ ജയേഷ് പറഞ്ഞത് മാത്രമാണ്. ഇത്രയും കാലത്തിനിടയിൽ ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും ആദ്യമായി ഒരു ഫൈനലിൽ ഏറ്റുമുട്ടുന്നു. അവിടെ ആര് വിജയിക്കുമെന്നുള്ളതാണ് സത്യം. ഇനി ഫൈനലിലേക്ക് വരികയാണെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ടീമിനെയും എഴുതി തള്ളരുത് മത്സരത്തിന് മുമ്പ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അവസാന പന്തെറിയും വരെ ക്രിക്കറ്റ് മത്സരം അവസാനിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഏത് സമയത്തും ഏത് ഘട്ടത്തിലും പാകിസ്ഥാൻ എന്നൊരു ടീമിൻ്റെ തിരിച്ചുവരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ആദ്യത്തെ മത്സരത്തിൻ്റെ പോലെ ആയിരുന്നില്ല രണ്ടാമത്തെ തവണ സൂപ്പർ ഫോറിൽ ഏറ്റുമുട്ടുന്ന മത്സരം എന്ന് പറയുന്നത്. രണ്ടാമത് ഈ സൂചിപ്പിച്ച വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് ഒരു വാശിയും വൈരാഗ്യവും അവരുടെ കളിക്കാരുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിഞ്ഞു. ഒരു താരതമ്യേന ഭേദപ്പെട്ട സ്കോറിലേക്ക് അവരെത്തുന്നുണ്ടായിരുന്നു. അത് പക്ഷേ അനായാസം ഇന്ത്യ മറികടന്നു എന്നുള്ളത് വേറൊരു വസ്തുത. എങ്കിൽ പോലും ഒരു പോരാട്ട വീര്യം രണ്ടാമത്തെ മത്സരത്തിൽ പാകിസ്ഥാൻ കാണിക്കുന്നുണ്ട്. ഫൈനലിലേക്ക് വരുമ്പോൾ അത് ഒന്നുകൂടി തീവ്രമാകാനാണ് സാധ്യതയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പ്രത്യേകിച്ച് സൽമാൻ ആഗ എന്ന അവരുടെ ക്യാപ്റ്റൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ എക്സൈറ്റഡ് ആണ്, അദ്ദേഹം എക്സൈറ്റഡ് ആണ്, പാകിസ്ഥാൻ എക്സൈറ്റഡ് ആണ്, ഞങ്ങൾ മെച്ചപ്പെടുകയാണ്, ഫൈനലിൽ തീർച്ചയായിട്ടും ഇന്ത്യയെ നേരിടാൻ തക്ക ശക്തിയായി ഞങ്ങൾ മാറിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരു ഭാഗത്ത് കോൺഫിഡൻസ് വർദ്ധിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. ഇനി മത്സരത്തിലേക്ക് വരികയാണ്, തീർച്ചയായിട്ടും ഫൈനലിനെ നമ്മളൊരു ഘട്ടത്തിലും ഒരു കാരണവശാലും ഈ ഫൈനലിൽ എഴുതി തള്ളരുത്. കാരണം പാകിസ്ഥാനാണ്, പുതിയൊരു നിരയാണ്, എങ്കിൽ പോലും അവർക്ക് വലിയൊരു പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് ഫൈനൽ തീവ്രമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീവ്രമാകണം, എങ്കിൽ മാത്രമേ ഈ മത്സരം കൊണ്ട് കാണുന്നവർക്ക് പോലും കാര്യമുള്ളൂ എന്നുള്ള അഭിപ്രായമാണ് നമുക്ക് പറയാനുള്ളത്.